നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ നേരിട്ടെത്തിച്ചേരാൻ കാത്തിരിക്കുകയാണ് പ്രവാസി മലയാളികൾ. പ്രവാസികളോട് കനിവ് കാണിക്കാൻ ഇനി ഗൾഫ് രാഷ്ട്രങ്ങൾ എന്ന് തയ്യാറാകും. ഇപ്പോഴിതാ കുവൈറ്റിലേക്കുള്ള വിദേശികളുടെ യാത്ര എളുപ്പമാക്കുന്നതിനും ടൂറിസം മേഖലയുടെ പുനരുജ്ജീവനത്തിനും യാത്രാ നിബന്ധനകളിൽ ഇളവ് വരുത്തണമെന്ന ആവശ്യം ഉയർന്നിരിക്കുകയാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്തിലേത് ലോകത്ത് മറ്റെവിടെയുമില്ലാത്തത്ര കർക്കശമായ നിയന്ത്രണങ്ങളാണെന്ന് ഫെഡറേഷൻ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ ഓഫീസേഴ്സ് കുറ്റപ്പെടുത്തി. പല രാജ്യങ്ങളും തങ്ങളുടെ എയർപോർട്ടുകൾ വാക്സിൻ എടുത്തവർക്കായി തുറന്നു നൽകിയിട്ടുണ്ടെങ്കിലും കുവൈറ്റ് ഇനിയും അതിന് തയ്യാറായിട്ടില്ലെന്നും അധികൃതർ കുറ്റപ്പെടുത്തി. നിലവിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വിമാന സർവീസുകൾ തുടങ്ങിയിട്ടില്ലെങ്കിലും ഒരു ദിവസം 3500 പേർക്ക് മാത്രമേ വിമാനത്താവളം വഴി യാത്ര ചെയ്യാൻ അനുമതിയുള്ളൂ എന്നതിനാൽ അതിന്റെ ഗുണഫലം പൂർണ്ണാർത്ഥത്തിൽ ലഭിക്കുന്നില്ല. എന്ന് മാത്രമല്ല, കൂടുതൽ യാത്രക്കാരെ കയറ്റാൻ പറ്റാത്തത് കാരണം എയർലൈൻസുകൾക്ക് ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടേണ്ട അവസ്ഥയുമാണുള്ളത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വിമാനത്താവളത്തിലേക്ക് വരാവുന്ന പ്രതിദിന യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും ഫെഡറേഷൻ പ്രസ്താവനയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. ഓഗസ്റ്റോടെ കൂടുതൽ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് യാത്രാനുമതി നൽകിയ പശ്ചാത്തലത്തിൽ അത് ഫലവത്താവണമെങ്കിൽ തന്നെ ആരോഗ്യ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കേണ്ടി വരും. ഇതിന്റെ ഭാഗമായി 5 കാര്യങ്ങളാണ് ഫെഡറേഷൻ സർക്കാർ മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരുടെ എണ്ണത്തിലുള്ള പരിധി വർദ്ധിപ്പിക്കണമെന്നാണ് അതിൽ പ്രധാനം. പൂർണ്ണമായും വാക്സിൻ എടുത്തവരെ PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എന്ന നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. കുവൈറ്റ് മുസാഫിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിബന്ധനയും വേണ്ടെന്ന് വയ്ക്കണം. ഫ്ലൈറ്റുകൾ മുന്നറിയിപ്പില്ലാതെ ക്യാൻസൽ ചെയ്യുന്നത് ഒഴിവാക്കുകയും ടിക്കറ്റ് നിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്യണം എന്നതാണ് മറ്റാവശ്യങ്ങൾ. അതോടൊപ്പം തന്നെ വിമാനത്താവളത്തിലെത്തുന്ന പ്രതിദിന യാത്രക്കാരുടെ എണ്ണം 3500 നിന്ന് 5000 ആക്കി ഉയർത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ സഅദ് അൽ ഉതൈബി വ്യക്തമാക്കുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.